ാണ് എന്നതുകൊണ്ടാണ്. അതിന്റെ ഒരു വചനമുണ്ട്, 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 1-2 വചനങ്ങൾ അല്ലാഹു വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം ഒരായത്താ. നാം നേരത്തെ പറഞ്ഞതിലേക്ക് സാന്ദർഭികമായി ഇന്ന് വിരൽ ചൂണ്ടട്ടെ. നിങ്ങൾ ഒരായത്തെങ്കിലും കൊണ്ടുവന്ന് പരാജയപ്പെടുത്താൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞല്ലോ. അലിഫ് ലാം മീം, കേവലം 3 അക്ഷരം കൊണ്ടുള്ള ഒരു സൂക്തം ലോകത്തിന്നേ വരെ കൊണ്ടുവരാൻ സാധിച്ചില്ല. ഖുർആനിന്റെ ഭാഷ അറിയാമായിരുന്ന അവർക്ക് പോലും സാധിച്ചില്ല. ശേഷം പറയുന്നു ദാലികൽ കിതാബ്, അതത്രേ ഗ്രന്ഥം, ലാ റൈബ ഫീഹി, നിസ്സംശയമാണ് ഈ വിഷയം, ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അത് നേർമാർഗം നൽകും എന്ന്. ഞാൻ ഓർക്കുന്നു ആമുഖ ഭാഷണത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു വചനം. ഞാൻ 50 വയസ്സോളമായി, അല്ലേ 40-ലധികം വയസ്സായി, ഇത്രയും കാലം യാസീൻ ഒരുപാട് ആവർത്തി വായിച്ചിട്ടുണ്ടായിരുന്നു, മനപ്പാടമാക്കിയിട്ടുണ്ട്, ഒരുപാട് ഉരുവിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ അതിലെന്തെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതാ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. യാസീൻ എന്തിനെന്ന് ബോധ്യപ്പെട്ടത് അതൊന്ന് തുറന്ന് വായിച്ചു നോക്കിയപ്പോഴാ. അർത്ഥം വായിക്കാൻ പാടില്ലെന്ന പ്രചാരണങ്ങൾക്കോ നിർദ്ദേശങ്ങൾക്കോ നടുവിൽ ജീവിച്ചിരുന്ന എനിക്ക് ഇതെന്തെന്ന് ബോധ്യപ്പെടാൻ അവസരം ലഭിച്ചില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടപ്പോൾ അതൊന്ന് വായിക്കണമെന്ന് തോന്നി വായിച്ചു നോക്കിയപ്പോഴാണ് ഇതാണല്ലേ യാസീനിലെ ആശയ തലങ്ങൾ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അവിടെയാണ് എന്തിന് യാസീൻ എന്ന് മനസ്സിലായത്. വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഉപ്പയും മകനും പരിചിതമല്ലാത്ത പ്രദേശത്തെത്തിയപ്പോൾ വാഹനം നിർത്തിയിട്ട് ഉപ്പ ഗ്ലാസ് താത്തിയിട്ട്, സൈഡ് ഗ്ലാസ് താഴ്ത്തിയിട്ട് വഴിയിലിരിക്കുന്ന ആളോട് ചോദിച്ചു, ഇന്ന സ്ഥലത്തേക്ക് ഏതിലേ പോവുക എന്ന്. ചോദ്യം കേട്ട ഉടനെ മകൻ എടുത്തു ചാടി ഗ്ലാസ് ഉയർത്തിയിട്ട് വേഗം ഉപ്പയുടെ കീശയിൽ നിന്ന് മൊബൈൽ എടുത്തിട്ട് അതിനകത്ത് മാപ്പ് വ്യൂ സ്വിച്ച് ഓൺ ചെയ്തു. അവിടെ നിന്ന് കൃത്യമായി തനിക്ക് പോകേണ്ട സ്ഥലം അടിച്ചു കൊടുത്തപ്പോൾ ഇനി എത്ര കിലോമീറ്റർ ഏത് ദിശയിലൂടെ സഞ്ചരിക്കണം എന്ന് കണ്ടു. ഈ പിഞ്ചു കുട്ടി, 10 വയസ്സിൽ താഴെയുള്ള കുട്ടി ഉപ്പയെ നയിച്ചു. ആ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൊബൈൽ ഒന്നിനും പറ്റില്ല, മാർഗദർശനമായിരുന്നില്ല, വഴി കാണിക്കാൻ കെൽപ്പില്ല. ഉള്ള ഈ വഴി കാണിച്ചു കൊടുക്കാൻ സംവിധാനങ്ങളുള്ള മൊബൈൽ ഉപ്പാന്റെ കീശയിൽ വെറുതെയാണ്, വിളിക്കാനും പറയാനും മാത്രം. പക്ഷേ അതൊന്ന് തുറന്നു നോക്കാൻ പഠിച്ച മകൻ തുറന്നു നോക്കി, ഇന്ന സ്ഥലത്തൂടെ പോയാൽ എത്തുന്ന മൊബൈലിലുണ്ടുപ്പ എന്ന് പറഞ്ഞു. ഇതുപോലെ വിശുദ്ധ ഖുർആനിനെ കെട്ടിപ്പൂട്ടി പൊതിഞ്ഞ് അട്ടത്ത് വെച്ച്, അതല്ലെങ്കിൽ വളരെ ഭദ്രമായി ഉക്കത്ത് വെച്ച് അങ്ങനെ കൊണ്ടു നടന്ന ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടും വിശുദ്ധ ഖുർആനിൽ എന്നെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു, ഞാൻ എവിടെ പോകണമെന്ന് എന്ത് പറഞ്ഞു, എങ്ങനെ സൂചനകളുണ്ട് എന്ന് മനസ്സിലാക്കാതെ പോയ ഒരു സമൂഹം അൽഹംദുലില്ലാ ഇന്ന് ഒരുപാട് മുൻപന്തിയിലാണ്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും തുടങ്ങിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ മാർഗദർശനം നൽകാൻ കെൽപ്പുള്ള ഗ്രന്ഥം. വായിച്ചു നോക്കുന്ന, പഠിക്കുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ മാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ്, സന്തോഷവാർത്ത നൽകുന്ന ഗ്രന്ഥമാണ് എന്നർത്ഥം. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്ത് അൻആമിലെ 38-ാമത്തെ ഒരു വചനമുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വീഴ്ച വന്നിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന വചനമാണ്. മറ്റൊരു ഗ്രന്ഥത്തെ സംബന്ധിച്ചും ഒരു ഗ്രന്ഥകാരനും ഈ ഗ്രന്ഥത്തിൽ വീഴ്ചയൊന്നും വന്നിട്ടില്ല എന്ന് കാണില്ല. ഏതൊരു പുസ്തകം പരിശോധിച്ചാലും അതിൻ്റെ ആമുഖത്തിൽ കാണാം, ഈ പുസ്തകത്തിൽ ആദ്യാന്തം വായിക്കുമ്പോൾ എന്തെങ്കിലും പിഴവുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂചിപ്പിക്കണേ എന്ന് ഫോൺ നമ്പറും കൊടുക്കും. പക്ഷേ അള്ളാഹു നേരെ തിരിച്ചാ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് സംശയമുണ്ടോ, നിങ്ങൾക്കുണ്ടാവും, നിങ്ങളൊന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞ്. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ശക്തി. വിശുദ്ധ ഖുർആൻ അന്യൂനമാണ് എന്ന് പറയാനുള്ള കാരണം
വിശുദ്ധ ഖുർആൻ ഇങ്ങനെയാ പറയുന്നത്, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈ, ഈ ഗ്രന്ഥത്തിൽ നാം ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്ന്. ഈ ഗ്രന്ഥത്തിൽ നാം ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല, യാതൊരു വിധത്തിലും വീഴ്ച വന്നിട്ടില്ലാത്ത പരിശുദ്ധമായ ഗ്രന്ഥം. ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയെക്കുറിച്ച്. ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത് എന്താണ് ഖുർആനിനെ? അത് ലോകത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്ത ഗ്രന്ഥമാണ് എന്നതാ. എനിക്കേറെ ശ്രദ്ധേയമായി തോന്നിയ ഒരു വിഷയമാണത്. ലോകത്തേതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്ത ഒരേ ഒരു ഗ്രന്ഥം. മുസ്ലിംകൾക്കാർക്കും പറയാൻ ന്യായമില്ല ഇത് മുസ്ലിംകളെ ഖുർആനാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കുന്നവർ ഒരു പക്ഷേ ഉണ്ടാകാം. ഇത് മുസ്ലിംകളുടെ ഗ്രന്ഥമല്ല, ഇത് മുസ്ലിംകളുടെ ഗ്രന്ഥമല്ല. ഇത് ലോകത്ത് അവസാന നാൾ വരെ ജനിച്ചു വീഴുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ള ഗ്രന്ഥമാണ്. മുഴുവൻ മനുഷ്യർക്കും, ജാതി മതഭേദമന്യേ മുഴുവൻ മനുഷ്യർക്കുമുള്ള ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 285-ാം വചനത്തിലല്ലേ അള്ളാഹു സൂചിപ്പിക്കുന്നത്, പരിശുദ്ധ റമദാനിൽ അവതീർണമായ ഗ്രന്ഥം എന്ന് തുടങ്ങിയിട്ട് പറയാ, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് ഹുദൽ ലിന്നാസ്. എന്താണ് ആ പ്രയോഗം? ഹുദൻ ലിന്നാസ്, മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്നത് എന്ന്. ആരാ മനുഷ്യർ? മുസ്ലിം മാത്രമോ? മുഹമ്മദും നൗഷാദും മാത്രമാണോ? അല്ല, സോമസുന്ദരൻ മനുഷ്യരാണ്, ഷീജ മനുഷ്യനാണ്. അതുകൊണ്ട് മുഴുവൻ മനുഷ്യർക്കുമുള്ള ഗ്രന്ഥമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്നത്. കക്ഷിഭേദമില്ലാതെ ആർക്കും അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്ത ദൈവം തമ്പുരാനിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥം എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ടത് എന്നും നിലനിൽക്കും. അതുകൊണ്ടത് ആർക്കും വായിച്ചു നോക്കാം, ആർക്കും വായിക്കാം ഖുർആൻ. ഞാൻ എൻ്റെ വിദ്യാലയത്തിലേക്കൊരു ദിവസം വെള്ളിയാഴ്ച ഖുതുബയുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവസാന ആയത്തുകളെ രേഖപ്പെടുത്താൻ ഞാൻ എൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോയി വിശുദ്ധ ഖുർആനുമായി ചെന്നു. ലിഷർ പീരീഡ് ഖുർആൻ എടുത്തു വെച്ച് ഞാൻ നോട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ സഹാധ്യാപകർ, സഹപ്രവർത്തകർ ചോദിച്ചു, ഇതെന്താ നൗഷാദ് സാറേ ഒരു ചെറിയ ഒരു ബുക്ക്? ഞാൻ പറഞ്ഞു ഇത് ഖുർആനാ. അതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനൊരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്തിരുന്നത്. മനുഷ്യർക്കാണ് ഈ ഗ്രന്ഥം എന്ന്, നിങ്ങൾ അതിൽ പെടുമോ? അപ്പോൾ അവർ പറഞ്ഞു, വളരെ പക്വമായ നിലയിൽ ഭാഷയിൽ അവർ പറഞ്ഞു, ആഹാ അങ്ങനെ ഈ ഗ്രന്ഥത്തിലുണ്ടോ? എങ്കിൽ ഞങ്ങൾ മനുഷ്യരല്ലേ, ഇത് ഞങ്ങൾക്കും വേണ്ടേ പഠിക്കുക? ഞാൻ അവരെ ബോധ്യപ്പെടുത്തി. പക്ഷേ ഇതിന് ചില സൂക്ഷ്മതകൾ നമുക്കുണ്ടായിരിക്കണം. വൃത്തിയോടെ, ഭവ്യതയോടെ, ഭക്തിയോടെ, ആദരവോടെ വേണം ഇതിനെ കൈകാര്യം ചെയ്യാൻ. അങ്ങനെ ഒരു ഭാഗം ഇതിനുണ്ട്. ഇത് ബോധ്യപ്പെടുത്തണം, അത്രയേ ഉള്ളൂ. ആർക്കും പഠിക്കാം. ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നില്ലേ? അന്നത്തെ ശത്രുക്കളായ ആളുകൾ വിശുദ്ധ ഖുർആൻ സ്പർശിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടില്ലേ? ഒരുപാട് തെറ്റിദ്ധാരണകൾ ആ വിഷയത്തിലുണ്ട്. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ ഇറങ്ങുന്നില്ല. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, വൽ ഖുർആനു ബിൽ ഹജ്മി സഗീർ, വിശുദ്ധ ഖുർആൻ രൂപത്തിൽ വളരെ ചെറുതാണെങ്കിലും വലകിൻ ഇദസ്തംബത മആനിഹി ലാ തഫി ബിഹൽ അഖ്ലാം വലാ തക്ഫി ലഹൽ ഔറാഖ്. ഇമാം റാസി വിശദീകരിക്കുകയാണ്, നീ അതിനെക്കുറിച്ച് പരിശോധിച്ച് പഠനം നടത്തി അതൊന്ന് രേഖപ്പെടുത്താൻ, അതിനെ അവലംബിച്ച് നീ അതൊന്ന് വിവരിക്കാൻ തയ്യാറായാൽ ലോകത്തെ വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹ്ഫിൽ അവസാന ഭാഗത്ത് പറഞ്ഞതുപോലെ ലോകത്തെ മുഴുവൻ, ഭൂമിയിലെ മുഴുവൻ വൃക്ഷങ്ങളും അതിലെ ശാഖോപശാഖകളും പേനകളായി എടുത്താലും, മുഴുവൻ സമുദ്രങ്ങളും അതിലപ്പുറം സമുദ്രങ്ങളും എടുത്ത് മഷിയായി ഉപയോഗിച്ചാലും ഖുർആനിന്റെ ആശയതലങ്ങളെ എഴുതി തീർക്കാൻ നിനക്ക് സാധ്യമല്ല. അത്രത്തോളം വിശാലമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന്റെ പഠനം
നമ്മുടെ ബാധ്യതയാണ്. അത് പഠനം നമ്മുടെ ബാധ്യതയാണ്, ഏറ്റവും വലിയ കടമയാണ് എന്ന് മനസ്സിലാക്കണം.